ഞാനുണ്ടോ രൂപയിൽ എങ്ങനെയാണ് സംഭവം കേട്ടോ സംഭവം അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പുള്ളിയോട് ചോദിക്കണം. പുള്ളി ചോദിച്ചുണ്ട് പുതുപ്പള്ളിയിൽ വന്നു. നമുക്ക് രാവിലെ ബെസ്റ്റ് ബേക്കറി മുന്നിൽ ഒരു കൗതുക കാഴ്ച കാണാം. ഇപ്പോൾ ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. രാവിലെ പുതുപ്പള്ളിക്കവല നിന്നപ്പോഴാണ് ബെസ്റ്റ് ബേക്കറിയുടെ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ട്. അപ്പം ഒരു പുതിയ വാഹനം ഇവിടെ വന്നിട്ടുണ്ടെന്ന് കണ്ടു. അപ്പം നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഹോണ്ടയുടെ വണ്ടിയാണ്. ഏറെക്കുറെ 75 ലക്ഷം രൂപയോളം വരുന്നൊരു വാഹനമാണ്. അപ്പം ഈ വന്നയാള് ബെസ്റ്റ് ബേക്കറി കാപ്പി കുടിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം തിരക്കാം. ഹോണ്ടയില്ലേ കേറിയിരുന്നു. ഇപ്പൊ പുള്ളി കോട്ടയം എത്ര ഭംഗികളായിരുന്നു. ഫോട്ടോ എടുക്കണം. എത്ര ടയർ? 3 ബോക്സ് കൂടെ ഉള്ളു. പിന്നെ 3 വീലർ ഇന്ത്യ നമസ്കാരം. നമ്മൾ ഒത്തിരി പേര് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുന്ന കണ്ടോണ്ട് ഞാൻ ഇവിടെ വന്നുണ്ട്. എവിടെ നമ്മുടെ സ്ഥലം? ഇവിടെ സ്ഥലം താമസിക്കുന്ന എറണാകുളം, ഞാൻ വളർന്നത്. ഇത് ഹോണ്ടയുടെ വണ്ടി അല്ലേ? ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണോ അതോ ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ്? ഏറെക്കുറെ എന്നാ എമൗണ്ട് വരുമായിരിക്കും? 75 ലക്ഷം രൂപ. ഇവിടെ ഇതിന്റെ ഇതെല്ലാം പേപ്പർ വർക്ക് ടാക്സ് ഒക്കെ എല്ലായിടത്തും വണ്ടിക്ക് നമ്പരുമായിട്ട് ഇവിടെ ആയത്. ഞാൻ 2018 കൊണ്ടുവന്നു. കസ്റ്റംസ് പിടിച്ചു വെച്ചു ഒരു 1.5 വർഷം. 32 ലക്ഷം രൂപ ഡ്യൂട്ടി അടിച്ചു. പിന്നെ ഞാൻ കേസ് പറഞ്ഞു. ബാംഗ്ലൂർ അപ്പറേറ്റ് കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂല ഒരു വിധി കിട്ടി. അത് പ്രകാരമുള്ള പൈസയൊക്കെ ഞാൻ അടച്ച് 2019 നവംബറിൽ വണ്ടി രജിസ്റ്റർ ചെയ്തു നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട്. വണ്ടി വില തന്നെയാണ് 75 ലക്ഷം രൂപ? അതോ മൊത്തം നമുക്ക് ഇവിടെ ആയത് ടോട്ടൽ? പേരെന്നായിരുന്നു? എന്റെ പേര് ബാബു ജോൺ. എവിടെ സ്ഥലം? ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ടാറ്റായിട്ടാണ്. ഗൾഫിലായിരുന്നോ? അത് ഗൾഫിലായിരുന്നു. ഇത് എങ്ങോട്ടാ യാത്ര എന്ന്? എറണാകുളത്തോട്ട് പോകുന്ന വഴിയാണ്. കണ്ടേ വളരെ സന്തോഷം. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയാ ഇതിന് മൈലേജ് ഒരു 7-8 ഒക്കെ ഉള്ളു. പെട്രോൾ അല്ലേ? 1800 cc 6 സിലിണ്ടർ. ആയിക്കോട്ടെ. ഇത് നല്ല സ്പീഡുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പവർഫുൾ ആവാൻ ഭയങ്കര പവറാണ്. വിട്ട് പോകാം. ശരിയാ. ഞാൻ ദുബായ് ഇമ്പോർട്ട്. അപ്പൊ ഇത് നമുക്കിവിടെ അല്ല എത്ര കാലം കണ്ടില്ലേ? കേരളത്തിലെ നമ്പർ വെച്ചു അത് വന്നുകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പത്തെ ചേച്ചി മൂന്ന് വീലുള്ള ബൈക്ക്. അത് ഇന്ത്യയിൽ ഒരെണ്ണേ ഉള്ളൂ. ഹെൽമറ്റ് വേണ്ടാത്തത് ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഹെൽമറ്റ്. ഇതിന്റെ കാറ്റഗറി 3 വീലുള്ളതാണ്. ട്രൈക്ക് എന്ന കാറ്റഗറി. നമുക്ക് ആവശ്യം. പക്ഷെ നമ്മുടെ സേഫ്റ്റി, നമ്മൾ പോലീസിനെ ഇവരെ ബോധ്യപ്പെടുന്നത് നമുക്കൊരു സേഫ്റ്റി വേണം.
അതുകൊണ്ട് നമ്മൾ അല്ല അങ്ങനെ കൈ കാണിച്ചിട്ട് വല്ലതും ഉണ്ടോ പോലീസ്? അങ്ങനെ പോലീസ് 1-2 പേരേ ഉള്ളൂ, ആ അറിയാത്തവര്, പ്രായമുള്ളവരാ, ആ ഹെൽമെറ്റ് വെക്കാത്ത. ഞാൻ പറഞ്ഞു ഇത് 3 വീല് വണ്ടി. ശരി. നമ്മൾ ഈ ലോക്കൽ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കും. ഇപ്പൊ ഞാൻ ഇനി എറണാകുളത്തോട്ട് പോകാം. നമ്മുടെ ഈ റോഡിൽ പ്രശ്നമുണ്ട് ഓടിക്കാൻ. നമുക്കും ഇതൊന്നും ഓടിക്കാനുള്ള റോഡില്ല, ആഗ്രഹം കൊണ്ട് നടക്കും. സ്പീഡോ 240. ശരിക്കും കളമശ്ശേരിയിൽ നിന്ന് വിട്ട 2 മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂർ രാവിലെ ഒക്കെ. ഞാൻ ചെങ്ങന്നൂർ. 1006 കിലോമീറ്റർ 2 കാർബേറ്റർ നോർമൽ ചെയ്യാൻ ആൾക്കാർ. മഴയൊക്കെ വന്ന മഴ പെയ്ത എല്ലാവരും നനയുന്ന പോലെ ഞാനും നനയുന്നു. വണ്ടി ഓടിക്കാം, എല്ലാം വാട്ടർ പ്രൂഫ്, ഒരു പ്രശ്നം. സാറിന്റെ പേരെങ്ങനെ പറഞ്ഞു? പേരെങ്ങനെ സാർ? എൻ്റെ ഒരു ബാബു സാർ. വണ്ടി സിസ്റ്റം ഒക്കെ ഉണ്ട്, സ്പീക്കർ കൊടുത്തിരിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ആ